ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ജനുവരി ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് 8 ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് സൗസയാണ്. അതായത് സാന്റോസിന് വേണ്ടി കളിക്കുന്ന ലെഫ്റ്റ് ബാക്ക് താരമാണ് സൗസ. യുവ സൂപ്പർ താരമാണ്. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ടോട്ടൻഹാമിൻ്റെ ശ്രമങ്ങൾ തുടരുകയാണ്. സൗസയുമായി എഗ്രിമെൻറ്റിൽ എത്താൻ ഇപ്പോൾ ടോട്ടൻഹാമിന് കഴിഞ്ഞിട്ടുണ്ട്. ക്ലബ്ബുകൾ തമ്മിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ട്രാൻസ്ഫർ ഫീയുടെ കാര്യത്തിലാണ് സാന്റോസും അതുപോലെ തന്നെ ടോട്ടൻഹാമും തമ്മിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ഇനി രണ്ടാമത്തെ താരം അത് ഗേഴ്സൺ ആണ്. ഈ താരം ബ്രസീലിയൻ ലീഗിലേക്ക് തിരിച്ചെത്തുകയാണ്. സെനിത്തിലേക്ക് പോയ ഇദ്ദേഹത്തിന് അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ ബ്രസീലിയൻ ക്ലബ്ബായ ക്രുസൈറോ അദ്ദേഹത്തെ കൊണ്ടുവരികയാണ്. ഇനി മുതൽ ടിറ്റയുടെ കീഴിലാണ് ഗേഴ്സൺ കളിക്കുക. സാന്റോസ് ഗേഴ്സണ് വേണ്ടി ശ്രമിച്ചിരുന്നു, പക്ഷെ അത് ഫലം കാണാതെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ താരം അത് കയോ ജോർഹയാണ്. ഈ സ്ട്രൈക്കറെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് ഫ്ലമംഗോ ഇപ്പോൾ തുടരുകയാണ്. ഒരു ഓഫർ പുതുതായി കൊണ്ട് ക്രുസൈറോക്ക് അവർ നൽകിയിരുന്നു, പക്ഷെ അത് നിരസിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ചുരുങ്ങിയത് 50 മില്യൺ യൂറോ എങ്കിലും ഈ താരത്തിന് വേണ്ടി ലഭിക്കണം എന്ന ഒരു നിലപാടാണ് ക്രുസൈറോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നാലാമത്തെ താരം അത് ആർദർ മെലോയാണ്. നിലവിൽ യുവന്റസിന്റെ താരമാണ് ആർദർ മെലോ. ലോൺ അടിസ്ഥാനത്തിലാണ് ഗ്രിമിയോക്ക് വേണ്ടി അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. താരത്തെ സ്ഥിരമായി നിലനിർത്താൻ ഇപ്പോൾ ഗ്രിമിയോ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 10 മില്യൺ യൂറോ ലഭിക്കണം എന്നാണ് യുവന്റസിന്റെ ഒരു നിലപാടായിക്കൊണ്ട് വരുന്നത്. ഇനി അഞ്ചാമത്തെ താരം അത് ഹൾക്കാണ്. അത്ലറ്റിക്കോ മിനേറോയുമായുള്ള ഹൾക്കിന്റെ കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്. പുതിയ ഒരു ഓഫർ അത്ലറ്റിക്കോ മിനേറോ നൽകിയിരുന്നു, പക്ഷെ അതിൻ്റെ കാര്യത്തിൽ ഹൾക്ക് ഹാപ്പിയല്ല. മറ്റൊരു വമ്പന്മാരായ ഫ്ലുമിനൻസ് ഇപ്പോൾ ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇനി ആറാമത്തെ താരം അത് സി ലുക്കാസ് ആണ്. സ്പോർട്ട് റെസിഫേക്ക് വേണ്ടി കളിക്കുന്ന ബ്രസീലിയൻ യുവ പ്രതിഭയാണ് സി ലുക്കാസ്. കേവലം 17 വയസ്സ് മാത്രമാണ് ലുക്കാസിന് ഉള്ളത്. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി പോർട്ടോയും ഫ്ലമംഗോയും ശ്രമിച്ചിരുന്നു. 5 മില്യൺ യൂറോയുടെ ഒരു ഓഫർ ഫ്ലമംഗോ നൽകിയപ്പോൾ 8 മില്യൺ യൂറോയുടെ ഒരു ഓഫർ ആയിരുന്നു പോർട്ടോ നൽകിയത്. പക്ഷേ സ്പോർട്ട് റെസിഫെ ഇത് രണ്ടും നിരസിച്ചു. അതായത് ചുരുങ്ങിയത് 15 മില്യൺ യൂറോ എങ്കിലും ഈ താരത്തിന് വേണ്ടി ലഭിക്കണം എന്നാണ് സ്പോർട്ടിൻ്റെ ഒരു തീരുമാനം, ഒരു നിലപാട്. ഇനി ഏഴാമത്തെ താരം അത് റോബീഞ്ഞോ ജൂനിയർ ആണ്. ഈ പ്രതിഭയെ സ്വന്തമാക്കാൻ വേണ്ടി ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർ മിലാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ആകെ 22 മില്യൺ യൂറോയുടെ ഒരു ഓഫറാണ് താരത്തിന് വേണ്ടി അവർ വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ സാന്റോസിനകത്ത് തുടരാൻ തന്നെയാണ് റോബീഞ്ഞോ ജൂനിയർ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ അടുത്ത സമ്മറിൽ അത് നടക്കാൻ സാധ്യതയുണ്ട്. ഇനി എട്ടാമത്തെ താരം അത് ആൻഡേഴ്സൺ ടാലിസ്കയാണ്. ബ്രസീലിയൻ സ്ട്രൈക്കറായ ഇദ്ദേഹം നിലവിൽ തുർക്കിഷ് ക്ലബ്ബായ ഫെനർബാഷയ്ക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഗ്രിമിയോ നടത്തിയിരുന്നു. 3 വർഷത്തേക്കുള്ള ഒരു ഓഫറൊക്കെ നൽകിയിരുന്നു, പക്ഷെ അത് ഫലം കണ്ടിട്ടില്ല. കാരണം ഫെനർബാഷയിൽ വലിയൊരു സാലറി ഇപ്പോൾ ടാലിസ്കയ്ക്ക് ലഭിക്കുന്നുണ്ട്. അത് ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറല്ല. തുർക്കിയിൽ തന്നെ തുടരാനാണ് അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇങ്ങനെ 8 ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.